ഗോപാൽ ശിലാസനൽ കൂടി ചേരുകയാണ് സമ്മേളന നഗരിയിൽ നിന്ന്. ഗോപാൽ, പൊതുസമ്മേളനത്തിന്റെ ഭാഗമായുള്ള റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്ര മണിയോടുകൂടി വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മാർച്ച് അവിടെ സമ്മേളന നഗരിയിലേക്ക് എത്തും? പ്രവർത്തകർ എത്രത്തോളം വലിയ ആവേശത്തിലാണ്? പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി മാറാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. പ്രധാന പൊതുസമ്മേളനം നടക്കുന്ന ആശ്രാമത്തെ സീതാറാം യെച്ചൂരി നഗറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 മണിക്ക് സമ്മേളനം ആരംഭിക്കുമെന്ന് പറഞ്ഞതിനാൽ തന്നെ കൃത്യസമയത്ത് പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള ജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ റെഡ് വോളണ്ടിയർ പരേഡ് വിവിധയിടങ്ങളിൽ നഗരത്തിന്റെ QAC ഗ്രൗണ്ടിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അങ്ങനെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 25,000 ചുവപ്പ് സേന പ്രവർത്തകർ അടങ്ങിയ റെഡ് വോളണ്ടിയർ മാർച്ച് അല്പനേരം മുൻപ് ആരംഭിച്ചിട്ടുണ്ട്. 2 ലക്ഷം പ്രവർത്തകരെ ആശ്രാമം മൈതാനത്ത് എത്തിക്കും എന്നതാണ് CPM-ന്റെ പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപനം നടത്തിയപ്പോഴൊക്കെയും സംസ്ഥാന സമ്മേളനങ്ങൾ അത്രയും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതേ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഈ ആദ്യ മണിക്കൂറുകൾ, അതായത് 4 മണി ആകുന്നതേ ഉള്ള 4 മണി സമയത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന്, അതായത് ഈ കൊല്ലത്ത് സമ്മേളനം നടക്കുന്നു എന്ന് കരുതി ഇത് തെക്കൻ കേരളത്തിൽ നിന്നുള്ളവരുടെ മാത്രമോ, കൊല്ലത്ത് നിന്നുള്ളവരുടെ മാത്രമോ, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമോ ഉള്ളവരുടെ മാത്രമോ സമ്മേളനമല്ല. കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകർ ഈ CPM സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെ, എവിടുന്നാണ് നിങ്ങൾ വന്നേക്കുന്നത്? മലപ്പുറത്ത് നിന്ന്. എപ്പോഴെത്തി? ഞങ്ങള് ഇന്നലെ രാത്രിയോടെ പുറപ്പെട്ടു. അപ്പൊ ഈ സമ്മേളനം കാണുക, ഇത് പങ്കെടുക്കുക എന്നുള്ളതാണ് ആവേശം പകരുക. എത്ര വർഷം എല്ലാ സമ്മേളനത്തിനും വരാറുണ്ടോ? സമ്മേളനത്തിന് പങ്കെടുക്കാറുണ്ട്. അപ്പൊ എന്താ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ഇപ്പോഴത്തെ ഈ സമ്മേളനത്തിന് അവസാനിച്ച് കഴിയുമ്പോ എന്താ തോന്നുന്നത്? എന്താ നമുക്ക് സമ്മേളനം നടത്തുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സമ്മേളനം, പ്രൗഢമായിട്ടുള്ളൊരു സമ്മേളനം നടത്താൻ CPM-ന് മാത്രമേ പറ്റുള്ളൂ. രാഷ്ട്രീയ എതിരാളികൾ പലതും പറഞ്ഞു വരുത്തും. പക്ഷെ CPM-ന്റെ സമ്മേളനങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാക്രമങ്ങൾ പാലിച്ചിട്ട്, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് നടത്താറ്. കൊല്ലത്തെ സമ്മേളനങ്ങളുണ്ട്, കൊല്ലംകാർ കലക്കി എത്തണം. കൊല്ലത്തെ സമ്മേളനം പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സമ്മേളനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറം സമ്മേളനം അല്ലെങ്കിൽ മലബാറിൽ നടത്തുന്ന സമ്മേളനങ്ങളാണോ അതോ തെക്കൻ കേരളത്തിൽ കൊല്ലം പോലുള്ള ജില്ലകളിൽ നടത്തുന്ന സമ്മേളനങ്ങളാണോ ബെറ്റർ? ഒന്ന് ആലോചിച്ച് നോക്കി. CPM-ന്റെ സമ്മേളനങ്ങളെല്ലാം എവിടെ നടത്തിയാലും നന്നായാണ്, ആവേശവും. ഏത് സമ്മേളനവും അതിഗംഭീരാണ്. CPM-ന്റെ ഏത് സമ്മേളനം എവിടെ നടത്തിയാലും അത് ഗംഭീരാണ്. ജില്ലയും നാടും ഒന്നല്ല, CPM ആണ് പ്രധാനം. നാടും പാർട്ടിക്ക് ഒരു വിഷയമല്ല, പാർട്ടിയാണ് ഏറ്റവും വലുത്. അടിമുടി പാർട്ടിയാണ്. അതെ, അടിപൊളി പാർട്ടിയാ CPM എന്ന് പറഞ്ഞാൽ. അടിപൊളി പാർട്ടിയാ, എല്ലാ കാര്യത്തിനും ഇടപെടും. നമുക്ക് 3ാം സർക്കാർ വരുമോ LDF-ന്റെ? സമ്മേളനം കഴിയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? 3ാം ഭരണത്തിനുള്ള ഒരു പ്രവർത്തനം ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ആരോപണം വരാത്ത രീതിയിൽ, മുൻകാലങ്ങളിൽ ഗവൺമെന്റിലെന്ന് പറഞ്ഞാൽ 5 വർഷം ഭരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ആരോപണം വരും. അങ്ങനെ വരാതെ കഴിഞ്ഞ 2 ടൈമായിട്ട് LDF അധികാരത്തിൽ വന്നു. അന്നേരം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ഇതുവരെ ഒരു അഴിമതി എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു. ഒരു കുറ്റവും പറയില്ല. ഏതെങ്കിലും ഒരു കുറ്റം ആർക്കെങ്കിലും പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങളത് വെല്ലുവിളിക്കുന്നു. പരസ്യമായിട്ട് ഇവർ വെല്ലുവിളിക്കുകയാണ്. പിണറായി സർക്കാരിനെതിരെ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ ആശ്രാമം മൈതാനത്തേക്ക് ഇപ്പൊ വരാം. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവർ പാലക്കാട് എന്താ? പാലക്കാട് സഹാക്കളെ എന്താണ് പാലക്കാട്? നല്ല റോഡുകളാ, നല്ല റോഡുകളും നല്ല സജ്ജീകരണ വാഹനങ്ങളും. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കൊല്ലത്തെ സമ്മേളനം ഉണ്ടായിരുന്നു? സൂപ്പറായിട്ട്, സൂപ്പർ. നല്ല ചെങ്കടലായി നല്ല വരുന്ന പ്രവർത്തകരാണ് CPM ഇന്നിവിടെ അണിനിരത്താൻ പോണത്. 2 ലക്ഷം കണക്കുണ്ടാവും. 2 ലക്ഷം പേരെത്തും ഇവിടെ. കേരളത്തിൽ ഒരു സംഘടനയ്ക്കും ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ച് ഇതുപോലൊരു സമ്മേളനം നടത്താൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 2 മുദ്രാവാക്യം വിളിച്ചൊരു പാട്ടൊക്കെ പായാലോ? നമുക്കൊരു ഗാനമായാലും ഒരു പാട്ട്, ഒരു താളത്തിലൊന്ന് പാടാൻ പറ്റുമോ? പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 100 പൂക്കളെ 100 പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ.
അപ്പോ കടുത്ത ആവേശത്തിലാണ് ഇവിടെ വെല്ലുവിളിയൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി ഇത്രയും പേരെ അണിനിരത്തി ഇത്ര അച്ചടക്കത്തോടുകൂടി ഇത്ര ഒത്തൊരുമയോടുകൂടി ഒരു സമ്മേളനം നടത്തി കാണിക്കാൻ മറ്റേതെങ്കിലും സംഘടനയ്ക്ക് കേരളത്തിലാകുമോ എന്ന വെല്ലുവിളിയും ചോദ്യവും ഒക്കെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള സഹാക്കൾ ഇവിടെ ഉയർത്തുന്നത്. മലപ്പുറംകാരെ കണ്ടു, പാലക്കാട്ടുകാരെ കണ്ടു, അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നുള്ള കൃത്യമായ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത ആവേശം, വലിയ ആവേശം അണപൊട്ടുന്നു. ഇങ്ങോട്ടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ഏതാനും മണിക്കൂറുകൾ, ഒരു 5 മണി സമയത്തോടു കൂടി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമായ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മൈതാനമായ ആശ്രാമം മൈതാനം നിറഞ്ഞു കവിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ പുറത്തുനിന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായി പുറത്തു നിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നവരാണ്. കൊല്ലംകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കൊല്ലംകാരുടെ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിവിധ ജില്ലകളിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നും 3000 ബസ്സുകളാണ് വിവിധ ജില്ലകളിൽ നിന്നും ഏരിയ കമ്മിറ്റികളിൽ നിന്നുമായി ഇവിടേക്ക് ഈ പ്രവർത്തകരെ എത്തിക്കുന്നതിനും അണികളെ എത്തിക്കുന്നതിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആവേശോജ്ജലമാണ് കൊല്ലം സമ്മേളനം. ഒന്നിനും ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഓരോ പ്രവർത്തകരും ഓരോ അണികളും പ്രതിനിധികളും പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകൾ തന്നെ കണ്ടറിയാം. ശരി, ഞാൻ ഗോപാലിലേക്ക് വരാം. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ആ ഒരു ഊർജ്ജവും ആവേശവും പ്രവർത്തകരുടെ വാക്കുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.